ഗായ്സ് നമ്മളിന്ന് ഇതിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോക്കാണ്. അപ്പോൾ ഇന്ന് സ്കൂളൊന്നുമില്ല, അതുകൊണ്ട് ഇതിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോക്കാണ്. നമുക്ക് അവിടെ അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തിയിട്ടുണ്ട്. മോളിങ്ങനെ ഓരോ ഡ്രസ്സ് ഇങ്ങനെ ട്രൈ ആക്കി നോക്കിയാണ്. അവളുടെ ഫേവററ്റ് കളറായിരുന്നു ബ്ലാക്ക്. പക്ഷേ ആ ഡ്രസ്സ് അവൾക്ക് തീരെ ഇഷ്ടമായിട്ടുണ്ടായില്ല. ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട്. നമ്മളെ ഷോർട്ട് ടോപ്സും പിന്നെ 3 പീസ് സെറ്റിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവൾക്ക് സ്യൂട്ട്സ് ആയത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. കണ്ടില്ലേ, ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടപ്പോൾ ഫേസ് ആകെ മാറി. ഇഷ്ടമായിട്ടില്ല എന്നായിരുന്നു. കാരണം നന്നായിട്ട് മെലിഞ്ഞതുകൊണ്ട് കറക്റ്റ് ഫിറ്റിൽ ഒരു ഡ്രസ്സും കിട്ടുന്നുണ്ടായിട്ടില്ല. പിന്നെ ആകെ ഇഷ്ടമായത് ഇപ്പോൾ ഈ ഒരു വെയർ ചെയ്ത ഡ്രസ്സാണ്. അതന്നായിരുന്നു ലാസ്റ്റ് ഒരുപാട് ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവൾ സെലക്ട് ചെയ്തത്. ഓരോന്നിങ്ങനെ വലിച്ചിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇന്ന് തന്നെയാണ് അവൾ മദ്രസ എക്സാമിൻ്റെ റിസൾട്ടും അതിൻ്റെ ടെൻഷനും ഉണ്ട് ഇന്നാണ്. അപ്പോൾ വേറൊരു ബ്ലാക്ക് ഡ്രസ്സും കൂടി അവൾ വെയർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. ഒരുപാട് ഡ്രസ്സ് ഇട്ടോക്കി, പക്ഷേ ഒന്നും അവൾക്ക് അങ്ങോട്ടേക്കൊന്നും പിടിക്കുന്നില്ല. ലാസ്റ്റ് ഫൈനലായിട്ട് ഉറപ്പിച്ചത് ഈ ഒരു ഡ്രസ്സ് തന്നെ എടുക്കാമെന്നാണ്. അങ്ങനെ ഇതിൽ നമ്മുടെ ഷിമ്മർ സ്കാർഫും കൂടി വെയർ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഈ സ്കാർഫാണ് കുറച്ചും കൂടി മാച്ച് എന്ന് പറഞ്ഞിട്ട് ഇതാണ് അവൾ എടുത്തത്. അങ്ങനെ എക്സാമിൻ്റെ റിസൾട്ട് നോക്കുകയാണ്. ടോപ്പ്ലെസ്സും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. പക്ഷേ പ്രതീക്ഷകൾക്കപ്പുറം ഡിസ്റ്റിങ്ഷനായിരുന്നു. 42 മാർക്ക് കുറഞ്ഞിട്ട് അപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു ഷോപ്പിൽ നിന്ന്. പിന്നെ മോനിക്ക് ഡ്രസ്സ് നോക്കി. ഫസ്റ്റിനെടുത്ത ആ ഡ്രസ്സ് നല്ലതായി തോന്നി. അതുകൊണ്ട് അത് തന്നെ സെലക്ട് ചെയ്ത്. അവിടെ കിഡ്സ് വെയറിന് ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, കണ്ടില്ലേ, ഒരുപാടുണ്ടായിരുന്നു. ഇത് ചെറിയാക്കാണ്. പിന്നെ ഇപ്പോൾ കൂടുതൽ ട്രെൻഡായിട്ട് വരുന്ന ഈ ജീൻസ് ടൈപ്പാണ്. പക്ഷെ നല്ല റേറ്റ് ഉണ്ട്. അടുത്താക്കുള്ള ഡ്രസ്സ് ഇതാണ്. അവന് ഇഷ്ടപ്പെട്ടത് ഇതാണ്. കണ്ടല്ലോ, ഒരുപാട് കിഡ്സ് വെയർ ഉണ്ട്, നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ എത്രയൊക്കെയാണ് ഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായത്. ഇവന് പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് മോഡലായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയല്ല അവന്. അതുകൊണ്ട് അതും വാങ്ങി നമ്മൾ അവിടെ നിന്ന് വിട്ടു. പിന്നെ ഞാൻ പർച്ചേസ് ചെയ്തത് കുറച്ച് ഓൺലൈൻ ഐറ്റംസാണ്. അതൊന്ന് നോക്കാം. ഇത് നമ്മളെ വന്ന് വലിയ പാക്കറ്റ് കണ്ടിട്ട് വലിയ ഐറ്റംസാണെന്ന് വിചാരിക്കേണ്ട. മെഹന്തി സ്റ്റെൻസിൽസാണ്. ഞാനിത് മീഷോന്ന് വാങ്ങിയത്. നല്ല അടിപൊളി ഡിസൈനാണ്, കണ്ടല്ലേ. നമ്മളെപ്പോലെ മെഹന്തി ഡിസൈൻ വരക്കാൻ അറിയാത്ത ആൾക്കാർക്ക് ഒരുപാട് ഉപകരിക്കുന്ന ഒരു സാധനമാണ് ഇതുപോലത്തെ സ്റ്റെൻസിൽസ്. അങ്ങനെ അതും കൂടി വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിയത് നമ്മുടെ റമദാൻ, ഈദ്, അതിനൊക്കെ നമ്മൾ നൈറ്റിലും പിന്നെ ഇഫ്താർ പാർട്ടിക്കൊക്കെ വെക്കുന്ന ഒരു ലാമ്പാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ അതിവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് വലുതൊന്നുമല്ല, ചെറുതാണ്. ഇതിൽ നമുക്ക് നമ്മുടെ ചെറിയ മെഴുകുതിരി വെച്ചിട്ട് നമുക്ക് ഇതിൽ നൈറ്റൊക്കെ കത്തിച്ച് വെക്കാം. നല്ല അടിപൊളിയാണ്. 200 സംതിങ് ഇതിൻ്റെ റേറ്റുള്ളൂ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയോടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഈദ് പർച്ചേസിങ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഈദ് വീഡിയോ ആയിട്ടും വരാം. എല്ലാവർക്കും അഡ്വാൻസ് ഈദ് മുബാറക്.